welcome back to my YouTube channel. Today's video is my drawings reviewing video. You can go to our video. Guys, ഇത് എൻ്റെ 6th ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പേജ് എന്ന് പറയും, ഇതിൻ്റെ പുറത്തുള്ള ഇതെല്ലാം കീറി കളഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഡ്രോയിങ്. ഒരു ജേർണലൈസ് പോലെയാണ് ഇതിരിക്കുന്നത്. ആൻഡ് കാണുന്നുണ്ടോ? സെക്കൻഡ് വൺ, ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ജീവിതം കഴിഞ്ഞാൽ മരണമാണല്ലോ ഗൈസ്. ഇത് വെറുതെ ഒന്ന് വരച്ചതാണ്, പാളിപ്പോയതാണ് ഗൈസ്, വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതും വെറുതെ ഇരുന്ന് വരച്ചത് തന്നെയാണ് ഗൈസ്. ഇത് 5ാമത്തെ ഡ്രോയിങ് ആണ് ഗൈസ്, 5th ഡ്രോയിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ആൻഡ് ഇത് വന്നിട്ട് 6th ഡ്രോയിങ്. ഇത് വെറുതെ ഇരുന്ന് വരച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് മൈൻഡിൽ തോന്നിയപ്പോൾ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ഇത് ഞാൻ വരച്ചത് തന്നെയാണ്, പക്ഷെ ബാക്കിലൊരു പടം വരച്ചപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം സ്പ്രെഡായി ഗൈസ്. ഇത് ഫാമിലിയാണ്, ഫാമിലി. ഇതാണ് ഗൈസ്, ഇത് വരച്ചപ്പം ഫാമിലിയിലുള്ള പടത്തിലൊക്കെ വെള്ളം സ്പ്രെഡായിട്ടുണ്ട്. And this guys, ഇത് അത്തം കണക്ക് വരച്ച മോഡലാണ് ഗൈസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതാണ് ഗൈസ്, ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഇഷ്ടപ്പെട്ടോ ഗൈസ്? എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ഗൈസ്. ഇത് 14ാമത്തെ പടമാണ് ഗൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഷെയ്ഡിങ് പിക്ചറാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതും ഷെയ്ഡിങ് ആണ്. ഞാൻ ഫുള്ള് ഷെയ്ഡ് ചെയ്തില്ല, പകല് മാത്രം ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലൈഫ് ഹാവ് ആൻ എൻഡിങ് പോയിന്റ് ഗൈസ്. ജീവിതത്തിൽ ഒരു അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഇത് വന്നിട്ട് സ്കെയിൽ, ഇറേസർ, ഷാർപ്പനർ, പെൻസിൽ. ഇത് ബോറടിച്ചപ്പോൾ വരച്ചതേ ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ വിചാരിച്ചത് ഒരു വില്ലേജ് ആയിട്ടാണ് വിചാരിച്ചത്, പക്ഷേ വന്നപ്പോൾ ഈ ഒരു തീമായിപ്പോയി. ഈ ഒരു റെയിൻബോ ഞാൻ വേറൊരു പേപ്പറിലാണ് വരച്ചത്, എന്നിട്ട് ഇതിൽ ഞാൻ ഒട്ടിച്ച് വച്ചു. നെക്സ്റ്റ്, ഈ ഒരു സൺഫ്ലവർ. ലൈഫ് ഹാവ് ആൻ എൻഡിങ് പോയിന്റ് ലൈക്ക് ദീസ്. വേറെ ഈ ഒരു വീട്, ഇത് നോക്കി വരച്ചാണ് ഗൈസ്, നോക്കി വരച്ചാണ് ഗൈസ്. ഇതാണ് ലാസ്റ്റ് വീഡിയോ, ലാസ്റ്റ് പിക്ചർ. അടുത്ത ബുക്കിനി ഉണ്ട് ഗൈസ്, അത് 7th അതിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിലെ റിവ്യൂവിങ് കഴിഞ്ഞു. അടുത്തത് ഇതാണ് ഗൈസ്, ഇതാണ് 7th ഡ്രോയിങ് ബുക്കെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പേജിൽ നെയിമൊക്കെ ഉണ്ട് ഗൈസ്, നെയിം. പിന്നെ ആദ്യത്തെ പേജിൽ ഡ്രോയിങ് ബുക്കാണ്, സ്റ്റാൻഡേർഡൊക്കെ എഴുതി സ്റ്റിക്കറൊക്കെ വെച്ചു ഗൈസ്. അതിൽ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ഇത് ഞാൻ രാത്രി വരച്ചതാണ് ഗൈസ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സെക്കൻഡ്, ഇത് എനിക്കിതിലൊരു സ്റ്റിക്കറുണ്ട് ഗൈസ്, അത് നോക്കി വരച്ചതാണ്. അതിൻ്റെ ഫേസൊക്കെ വന്നപ്പോൾ ഒരു പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, ഹലോ ടെഡി എന്ന് പറയുന്ന ഇതും സ്റ്റിക്കറിലുള്ളതാണ്, അത് നോക്കി ഞാൻ വലുതായിട്ട് വരച്ചേ ഉള്ളൂ.
ഗൈസ് അടുത്തത് ഇതാണ് ഗൈസ്. ഇതിൽ ഒരു പെൺകുട്ടിയും കൂടെ വരയ്ക്കാനുണ്ട്. ഇത് ഞാൻ മലയാളം ടെക്സ്റ്റ് നോക്കി വരച്ചാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടോ? അടുത്തത് ഇത് എൻ്റെ മൈൻഡിൽ തോന്നിയപ്പോൾ ഞാൻ വരച്ചതാണ്. ഐ ആം എലോൺ. കഴിവില്ലെങ്കിലും കഴിവ് എടുത്തറിയിക്കാനൊക്കെ അറിയാം ഗൈസ്. പിന്നെ ഇത് വേറൊരു പടം വരച്ചപ്പോൾ പാളിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഇത് വരയ്ക്കായിരുന്നപ്പോഴാണ് ഗൈസ് അത് പാളിപ്പോയത്. അടുത്തത് ഇവിടെ ഇല്ല. അടുത്തത് വലിയ ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ വരയ്ക്കുമല്ലോ ഗൈസ്. ഒരു പ്ലേസ് എടുത്തിട്ട് അവയുടെ കാണുന്നതൊക്കെ വരയ്ക്കും. അതേ കണക്ക് വരച്ചതന്നെ ഉള്ളൂ. ഇതിൻ്റെ ഒരു ക്യൂബ് എൻ്റെ കയ്യിലുണ്ട്, അത് നോക്കി വരച്ചതാണ് ഗൈസ്. എനിക്ക് വരയ്ക്കാൻ പടം തോന്നിയില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കി വരയ്ക്കും ഗൈസ്. അതാണ് എൻ്റെ പരിപാടി. ഇത് ആദ്യത്തെ ബുക്കിൽ കാണിച്ചതുപോലെ ഇത്തിരി കൂടെ മോഡേൺ ചെയ്ത് വരച്ചു. പിന്നെ ഇതൊരു അക്വാറിയം വരച്ചതാണ്, പാളിപ്പോയി. എന്നാലും കിടക്കട്ടെ ഗൈസ്. അടുത്തത് വന്നിട്ട് ഡൂഡിൽ ആർട്ടാണ് ഗൈസ്. ഇത് വന്നിട്ട് ടീച്ചർ പറഞ്ഞ് വരച്ചതാണ് ഡൂഡിൽ ആർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അടുത്തത് ഒരു കാവായി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനായിട്ട് ഇട്ടിരുന്ന പ്ലേസാണ്, അതവിടെ കിടന്നോട്ടെ. അടുത്തത് ഒരു ഡൂഡിൽ ആർട്ട് കണക്ക് തന്നെയാണ്. ഏകദേശം ഞാൻ ഇന്ന് സാറ്റർഡേ ഇരുന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇതിൻ്റെ ബാക്കി വരച്ചിട്ട് അടുത്ത വീഡിയോയിലിട്ട് നമുക്ക് കാണാം.